അബൂക്കയുടെ ഓണവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ 101 മെമ്പേഴ്സ് ഉണ്ട്. അത് ഭയങ്കര 100 പേര് വടംവലി പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള വടംവലി. രണ്ടോണത്തിന് വലിച്ച് സ്ത്രീകൾ ജയിച്ചു. അബൂക്ക ഉണ്ടായിട്ട് പോലും. അങ്കമാലിയിലെ ഓണമൊക്കെ എങ്ങനെയാ? പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, പന്നിയില്ലാത്തൊരു പരിപാടി നമുക്കില്ല. അങ്കമാലി സിനിമയുടെ ഒക്കെ ഇടയിൽ എങ്ങനെയാണ് ഇത് ഈ ഒരു പരിപാടി? അല്ല, അത് ജീവിതത്തിന്റെ ഇടയിലുള്ളൊരു ഭാഗമായിട്ട് നമ്മളത് അതിന് മാറ്റിക്കഴിഞ്ഞു. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയാണ്. എവിടെയാ പോകുന്നത് അവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്യും. സ്വന്തമായിട്ട് ജിമ്മുണ്ടോ? എല്ലാ ജിമ്മും നമുക്ക് സ്വാതന്ത്ര്യമുള്ള ജിമ്മാണ്. എല്ലാവരും നമ്മുടെ ശിഷ്യന്മാരും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ വിശ്രന്തിക്കൊക്കെ പോകുന്ന സമയത്ത് എത്ര മണിക്കൂർ വർക്കൗട്ട്? അത് മാക്സിമം ഞാൻ ആർണോൾഡിന്റെ ബുക്ക് നോക്കിയിട്ട് എഡ്യൂക്കേഷൻ ഓഫ് ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു അത് ഉഗ്രം കഥയാണ്. അത് വേറെ ഇന്റർവ്യൂവിൽ ഫുള്ള് പറയേണ്ടി വരും. കുറേ അതെ, ചെറുതായിട്ട് പറയാം. ഇയാൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങോട്ട് അടുത്തേന്നു. മുന്നിലേക്ക് വരുന്ന ഞാൻ മാത്രം ഇവിടെ 10 മീറ്റർ അപ്പുറം എത്തിയപ്പോൾ ഇങ്ങനെ വിഷ് ചെയ്ത് ഞാൻ നോക്കി വേറെ ആരില്ല എന്നോട് ഒരു എന്താ പുള്ളി ഒറ്റ ഓട്ട ഓടിപ്പോയി വേഗം ചോദിക്കേണ്ടത്. ഞാൻ സെൽഫായിട്ട് രണ്ടാടി ഗുഡ് ഫിസിക് എന്നൊക്കെ പറഞ്ഞ്. നമസ്കാരം. ചില പേരുകളും ചില സംഭവങ്ങളൊക്കെ മലയാളികളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവില്ല. അങ്ങനത്തെ ഒരു പേരാണ് സുകുമാരക്കുറുപ്പ്. ഈ വരുന്ന ഓണത്തിന് ആ പേരിലൊരു സിനിമ മലയാളത്തിലേക്ക് എത്തുകയാണ്, ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ്. അപ്പോൾ അതിന് വിശേഷങ്ങളും കാര്യങ്ങളും പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ 2 പേരുണ്ട്. ശ്രീ അബു സലീം, അതുപോലെ സിനോജ് വർഗീസ്. 2 പേരും വളരെ സ്നേഹത്തോടു കൂടിയിട്ടും ആദരവോട് കൂടിയിട്ടും ഞാൻ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. വെൽക്കം ടു അവർ ഷോ. ഈ പറയുന്ന പോലെ ആ സുകുമാരക്കുറുപ്പും ഈ സുകുമാരക്കുറുപ്പും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് ഈ സുകുമാരക്കുറുപ്പ്, അത് അത്ര. ആ പേരിടാൻ എന്തെങ്കിലും? പേരിടാനല്ല, അത് ഈ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വന്നില്ലേ, അതിന്റെ പേരിടാനുള്ള കാരണം നമുക്ക് സുകുമാരക്കുറുപ്പ് എന്ന പേരിലുള്ള ഒരു ഞാൻ പറഞ്ഞതുപോലെയുള്ള ഒരു ഇത് റാംബോ സുകുമാരക്കുറുപ്പ്. റാംബോ സുകുമാരക്കുറുപ്പ് എന്നറിയപ്പെടുന്ന കക്ഷിയാണ്. ഒരു ഹോട്ടല്, ഒരു ടീ ഷോപ്പ് എന്ന് പറയാം. അതില് കുറച്ച് ഗാങ്സ്, ഒരു 4 പേര്, 4-5 പേര്, ഇവര് എന്റെ ഗാങ് ആയിട്ട് ഇവര് തന്നെ അവിടുത്തെ സ്റ്റാഫും. അപ്പം സ്റ്റാഫും പിന്നെ ഓണറും ആണെങ്കിലും വളരെ ഭയങ്കര ഒരു ആത്മബന്ധവും കാര്യങ്ങളും. അപ്പം ഈ ഓണറെ ഈ എല്ലാ ഇതിലുണ്ടല്ലോ, ചില ആൾക്കാർ കൂടെ ഉള്ള ആൾക്കാർ തന്നെ മറ്റേ ആളെ കളിയാക്കലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു സ്റ്റേജിൽ ഈ സുകുമാരക്കുറുപ്പ് എന്താന്നുള്ളത് അവർക്ക് ഒരു റിവീൽഡ് ആകുന്ന അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ഇവർക്കായിട്ടുള്ള ഇൻഡിവിജ്വൽ സംഭവങ്ങളുണ്ട്, ഇവരുടെ ഫാമിലി കാര്യങ്ങള്, ആ ഇൻഡിവിജ്വൽ ഇതുണ്ട്. ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഇവർക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിൽ പിന്നെ ഞാൻ ഇൻവോൾവ് ആകുന്നു. അതോടുകൂടിയിട്ട് അത് വേറെ തലത്തിലേക്ക് കുറച്ച് ത്രില്ലിംഗ് ആയിട്ട് ആ വഴിയിലേക്ക് പോകുന്നു. അതിലിടയ്ക്ക് കോമഡി, എന്നാൽ ത്രില്ലിംഗ് ആണ്, പിന്നെ സീരിയസ് ആണ്, എല്ലാവിധ ചേരുവകളുള്ളൊരു സിനിമയാണ്. ചെറിയൊരു സിനിമ, പക്ഷെ വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഗാങ്സ്റ്റർ മൂവിയാണ്, ഒരു കോമഡി പാറ്റേൺ ആണ്. അതാണ് അതിന്റെ ഏറ്റവും. ചാവക്കാട് എന്ന് പറഞ്ഞ ഒരു സോങ് ഇറങ്ങിയിരുന്നു. അപ്പൊ ചാവക്കാടാണ് ഇതിന്റെ നമ്മുടെ നടക്കുന്നത്. അങ്ങനെ ഒരു സോങ് കിട്ടുന്നുള്ളൂ. സോങ് ഉണ്ട്. പിന്നെ മറ്റേ വില്ലൻ ഗ്രൂപ്പ് അവര് വരുന്നത് ചാവക്കാട് നിന്നാണ് വരുന്നത്. അപ്പോ ടോട്ടലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ചേർന്നിട്ടുള്ള ഇപ്പൊ ഫണ്ടുണ്ട്, അതുപോലെ കോഫി ഷോപ്പിൽ നടക്കുന്ന അവിടെ വന്നു പോകുന്ന കുറെ ഇൻസിഡൻസും ചേർന്ന് എല്ലാം കൂടി കൂട്ടി കുറെ സസ്പെൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു കൊച്ചുപടം അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓണം ആണ് നമ്മുടെ ഒരു ഇത്. എനിക്ക് 1-2 കാര്യങ്ങൾ ഓണത്തെക്കുറിച്ച് നമുക്ക് ചോദിച്ചാല്, അബൂക്കയുടെ ഓണവും കാര്യങ്ങളൊക്കെ പൊതുവെ എങ്ങനെയാണ്? സെറ്റുകളിൽ ആവാറുണ്ടാവാം, സെറ്റുകളിൽ ആഘോഷിക്കും. അല്ലെങ്കിൽ ഞാൻ വീട്ടിലാണ്. ഞാൻ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്, പിന്നെ എൻ്റെ ഫാമിലി പറഞ്ഞാൽ എൻ്റെ വൈഫ്, മക്കള് അല്ല പറഞ്ഞത്. എൻ്റെ പാപ്പാടും ഉമ്മാടും പിന്നെ മക്കളും പേരക്കുട്ടികളും അവരുടെ കല്യാണം കഴിച്ചവര്, അവരെല്ലാരും കൂടി ഞങ്ങൾ 101 മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അതില് പിന്നെ നല്ല നമ്പറാണ്. അപ്പം അതില് അവര് പല ആൾക്കാരും പുറത്താണ്, ദേശത്തൊക്കെ ഉണ്ട്.
ഗൾഫ് കൺട്രീസിലുണ്ട്. എൻ്റെ മകൾ തന്നെ ഓസ്ട്രേലിയയിലാണ്. ആ. അങ്ങനെ പലരും പല ഭാഗത്താണ്. പക്ഷെ ഉള്ള ആൾക്കാരെ വെച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഓണാഘോഷിക്കൽ ഞങ്ങൾ വീട്ടിൽ നിന്നാണ് ആഘോഷിക്കൽ. പൂക്കളം ചെയ്യും, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവരും രാവിലെ മുതൽ വൈകുന്നേരം കളികൾ, വടംവലി, അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ എല്ലാ പ്രാവശ്യവും നടത്താറുണ്ട് കുടുംബത്തിൽ തന്നെ. പക്ഷെ ഇപ്രാവശ്യത്തെ ഓണാഘോഷം നമുക്ക് വയനാടിന് മാനസികമായിട്ട് വളരെ വിഷമമുള്ള ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ തൽക്കാലം ഇപ്രാവശ്യം ഓണം ചുരുങ്ങിയ തോതിൽ ഒതുക്കിയിട്ടുള്ള ഒരു ഓണാഘോഷമായിട്ട് മാറ്റിയാണ്. മറ്റേ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരു ഇതായിരുന്നു. അത് ചാനലിലൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മള് ഓണാഘോഷിക്കുന്ന വടംവലി, പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള വടംവലി 2 പ്രാവശ്യം 2 ഓണത്തിന് വലിച്ച് സ്ത്രീകൾ ജയിച്ചു. അതൊക്കെ ഞങ്ങളുടെ പിന്നെ കസാരക്കളി, പിന്നെ കുട്ടികള് ലെമൺ സ്പൂണ്, മറ്റേ ചാക്ക് റേസ്, അങ്ങനെയുള്ള കളികള് രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാരും കൂടി ഒരുമിച്ചിരുന്നിട്ടില്ല. എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്, സദ്യ, അങ്ങനെയുള്ള പരിപാടികള്. അബുക്കയുടെ വീടിന്റെ അടുത്താണോ ഇത് നടന്നത്, ദുരന്തം നടന്നത്? ഇപ്പൊ അവിടുന്ന് ഒരു 22-23 കിലോമീറ്റർ. ശരിക്കും ആക്ച്വലി മേപ്പാടി കഴിഞ്ഞിട്ട് വയനാടിന്റെ ഒരു ചെറിയ ഭാഗത്താണ്. പക്ഷെ നല്ലൊരു ശതമാനം ആൾക്കാർ, വലിയൊരു എന്താ എണ്ണത്തിൽ വലിയൊരു ആൾക്കാരും മരണപ്പെട്ടു പോയി. അത് വലിയ സങ്കടകരമായ പരിചയമുള്ളവരൊക്കെ അറിയുന്ന കേട്ട് അങ്ങനെയൊക്കെയുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ല ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ള ആൾക്കാരില്ല. ഞാൻ ആദ്യം എൻ്റെ ഒരു ജിമ്മിൽ വന്നിരുന്നൊരു പയ്യനുണ്ട്. അവന് ഇപ്പൊ UK വന്നിട്ട് അവന്റെ അമ്മയും അവന്റെ കുട്ടിയും 2.5 വയസ്സായ കുട്ടിയാ. കുട്ടിയും അമ്മയും പോയി, അച്ഛനും ഭാര്യയും ഞാൻ ഹോസ്പിറ്റലിൽ പോയി കണ്ടിരുന്നു അവന്. അപ്പം അവന് അത് വീട് വെച്ചിട്ട് താമസിക്കാൻ വേണ്ടി പാടിയിൽ, എസ്റ്റേറ്റ് പാടിയിലാണ് താമസിക്കുന്നത്. UK പോയി പൈസയൊക്കെ ഉണ്ടാക്കി അത്യാവശ്യം ഒരു വീട്, ആ വീടൊക്കെ പോയി, എല്ലാം പോയി. അങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര വിഷമിക്കാന്ന് എന്താ പറയാ. പിന്നെ അതുപോലെ ആ മണ്ണിൽ പൂണ്ടിട്ട് ഒരു ആളുണ്ടായിരുന്നില്ലേ, പുള്ളിനെ കണ്ട് സംസാരിച്ചു. പുള്ളി അധികം ആൾക്കാരും കാലൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടുള്ളത്. അപ്പം കാല് കയറ്റി വെച്ച് ഞാൻ ഒരു ഫ്രാക്ചർ ഉണ്ട് വെച്ചു. ഫ്രാക്ചർ അല്ല, കംപ്ലീറ്റ് ഇറച്ചി കംപ്ലീറ്റ് പോയിക്കുന്നത് ചെത്തിയിട്ട്. നടക്കുമ്പോ അവിടെ ഉണ്ട്, വയനാടുണ്ടോ? ഇല്ല, ഞാൻ 29-ാം തീയതി നൈറ്റ് ഞാൻ ദുബായിൽ നിന്ന് വരികയാണ്. അപ്പം രാത്രി ഫ്ലൈറ്റിന് കയറിയത് അവിടെ. ഇവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ ഞാൻ മൊബൈൽ ഓൺ ചെയ്തപ്പോൾ വാട്സപ്പിൽ വയനാട്ടിൽ ഉരുൾപൊട്ടലാണ്. ഇത്ര സീരിയസ് ആയിട്ടില്ല, മാർഗമെന്നുള്ള അറിയാം. പക്ഷെ അതിന്റെ ദോഷം വേറൊന്നും ചോദിച്ചാൽ എന്താ വെച്ചാൽ ഇത് മൊത്തത്തിൽ വയനാടിനെ ബാധിക്കുകയും ചെയ്തു. വയനാട് മൊത്തത്തിൽ ദുരന്തമാണ് എന്നുള്ള ആൾക്കാർക്ക് വരാൻ പേടി. ടൂറിസം ഒക്കെ നിന്ന് കഴിഞ്ഞപ്പം അത്രയും ആൾക്കാർക്ക് വരാത്തതുകൊണ്ട് അതുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് അത് പറ്റണ്ടായി, അങ്ങനെയുള്ള പ്രശ്നങ്ങളായി. ഒരു വലിയൊരു ശതമാനം ആൾക്കാർ ടൂറിസത്തെ. അപ്പം പിന്നെ ഇനി ഒന്നും മാറി കഴിയണം. അതൊക്കെ ശരിയായി പോയി. ഓണൊക്കെ ആകുമ്പോഴേക്കൊക്കെ റെഡിയാവും. പക്ഷെ എല്ലാവരും അവരെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഓണം ചെറിയ തോതിലൊക്കെ ആഘോഷിച്ച് അങ്ങനെ അവരെ പഴയ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടുത്തെ ആൾക്കാരുടെ ഉദ്ദേശം. കാരണം മാനസികമായിട്ട് ആ ഷോക്കൊന്നും മാറണമെങ്കിൽ നമുക്ക് പറയാൻ എളുപ്പമുണ്ടാവും, പക്ഷെ അത് അത്രയും മാർഗമല്ലേ. ഇവൻ പറയുന്നത് എന്റെ കുട്ടി അവിടെ കിടന്നിട്ട് അമ്മയും കുട്ടിയും പോയി, അവന്റെ ഭാര്യയും അവന്റെ അച്ഛനും ഉണ്ട് ബാക്കി. പിന്നെ അത് മുറിവ് ഉണങ്ങണമെങ്കിൽ ഒരുപാട് അല്ല, ഇവന് നടുപോയി കിടക്കുക. 3 മാസം കഴിഞ്ഞിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. നിന്നിട്ട് നോക്കിയിട്ട് വേണം നടക്കുന്ന ബാക്കിയുള്ള ട്രീറ്റ് ചെയ്യാൻ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അനിൽ എന്ന് പറഞ്ഞ അത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടൂറിസം കാലവും ഒക്കെ കടന്നുപോയി. അതെ 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 അത് നല്ല ടൈമാണ് ഇപ്പം. ടൂറിസ്റ്റുകൾ വരുന്ന ഓണത്തിന്റെ ടൈമിലൊക്കെ പറഞ്ഞാൽ ഭയങ്കര എല്ലാ ബിസിനസ്സുകാർക്കും റിസോർട്ടൊക്കെ പൂപ്പല് പിടിച്ച് ഈ ആൾപെരുമാറ്റില്ലായിട്ട് പെട്ടെന്ന് അവിടുത്തെ ഒരു കുളിർപ്പുള്ള ഒരു അപ്പം പെട്ടെന്ന് മരങ്ങളൊക്കെ ഇങ്ങനെ ഈ ഒരു വെള്ളപ്പൂപ്പല് വരും. അങ്ങനെയുള്ള അപ്പൊ അത് തുടച്ച് വൃത്തിയാക്കി വെക്കാന്നല്ലാതെ ഈ കൊറോണ കഴിഞ്ഞപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ സംഭവിച്ചിട്ട് വീണ്ടും തിരിച്ചു. അതെ അതെ അതെ. സുനേട്ടനിലേക്ക് വന്നാലേ അങ്കമാലിയിലെ ഓണമൊക്കെ എങ്ങനെയാ? നിങ്ങളുടെ ഒരു പ്രത്യേക ഒരു പരിപാടിയാണ്. ക്രിസ്മസ് ഒക്കെ ഒരുപോലെ തന്നെ ഈ പറഞ്ഞോണം. എല്ലാം ഇതുപോലെ കുടുംബക്കാരായിട്ട് ഒരുമിച്ച് അധികം കൂടിയില്ലെങ്കിലും കൂട്ടുകാരന്മാരൊക്കെ കൂടിയിട്ടുള്ള പരിപാടികളാണ്. ഈ പറഞ്ഞ ചെറുപ്പം തുടങ്ങി സ്കൂൾ കൂട്ട് തുടങ്ങിയുള്ള ഒരു ആഘോഷങ്ങളാണല്ലോ നമുക്ക് ഓണം എന്നൊക്കെ കേൾക്കുന്നത്. ഞാൻ മിക്കവാറും അങ്കമാലി 1-2 പ്രാവശ്യം ഞങ്ങളൊരു ഹ്യൂമൻ കോളനി എന്ന് പറഞ്ഞൊരു പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ആ സമയത്ത് ഞാൻ ഒന്നുണ്ട് നിങ്ങളുടെ വീടിന്റെ തൊട്ട് മുമ്പിൽ ഒരു ഇതില്ലേ സോഡ സർബത്തൊക്കെ വിൽക്കുന്ന ഒരു ആ, കടയില്ലേ ജോർജിന്റെ കട. അവിടെ വന്നപ്പോ 2 പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു കടയും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു റിലേഷൻ ഉണ്ട്. അതിന് തൊട്ടിപ്പുറത്താണ് തറവാട്. ഞങ്ങള് ആ കട തറവാടൊക്കെ ആയിട്ടാണ് ഭയങ്കര കണക്ഷൻസ്. എപ്പോഴും ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ അവിടെ ഉണ്ടാവും നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട്. പറഞ്ഞ ഓണം ക്രിസ്മസ് ഒക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അടിച്ചു പൊളിക്കാം. പന്നി ഇല്ലാത്തൊരു പരിപാടി നമുക്കില്ല. അങ്കമാലി എവിടെ പോയാലും മറ്റേ പന്നിയുടെ കടകളൊക്കെ ഇപ്പൊ ഭയങ്കര കുറഞ്ഞില്ല അവിടെ. അതെ അല്ലേ. അങ്കമാലി ഡയറീസിലേക്ക് എങ്ങനെയായിരുന്നു ഒരു വരവ്? ഈ പറഞ്ഞ ലിജോ ജോസ് പെല്ലിശ്ശേരി, ചെമ്പൻ വിനോദൊക്കെ നമ്മള് കൂട്ടുകാരന്മാരാണ്. ആ ഒരു ബേസിലാണ് ഇങ്ങനെ ഒരു അങ്കമാലി ബേസ് ചെയ്തിട്ടൊരു കഥയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോ നമ്മളെ അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ചെറുപ്പത്തിലൊരു കൂട്ടുണ്ട്, അത് നമുക്കൊരു സിനിമയിലേക്കുള്ള ഒരു വേദി ആയിരുന്നുള്ളൂ. ആ സമയത്ത് അവിടെ ഒരു ഹോട്ടൽ പരിപാടികളൊക്കെ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തറവാട് തൊട്ടൊരു ഹോട്ടലായിരുന്നു. അവിടെ തന്നെ തൊട്ടിപ്പുറത്ത് ഹോട്ടലുണ്ടായിരുന്നു. പിന്നെ അത് സിനിമയായി. ഇപ്പൊ സിനിമയുടെ ഭാഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അബൂക്കിലേക്ക് വന്നാലേ 68-69 വയസ്സായി. ഈ സിനിമയുടെ ഒക്കെ ഇടയിൽ എങ്ങനെയാണ് ഇത് ഈ ഒരു പരിപാടി സൂക്ഷിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ ഇടയിൽ ഞാനിത് നേരത്തെ കുറെ നാൾ മുമ്പ് ആലോചിച്ച സാധനം കേട്ടോ, ഇതിനായിട്ട് ഉണ്ടാക്കിയ ചോദ്യമല്ല. അല്ല, അത് ജീവിതത്തിന്റെ ഇടയിലുള്ളൊരു ഭാഗമായിട്ട് നമ്മളത് അതിന് മാറ്റിക്കഴിഞ്ഞു. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ. അപ്പൊ നമ്മള് ഷൂട്ടിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പം ലേറ്റ് ആയിട്ട് വരിക, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് പോകേണ്ടി വരിക, അങ്ങനെയൊക്കെ ഒഴിവാകുന്നല്ലാതെ അല്ലെങ്കിൽ മാക്സിമം എവിടെയാ പോകുന്നത് അവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്യും. അവിടെ ജിമ്മിൽ പോകും. സ്വന്തമായിട്ട് ജിമ്മുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ ഇല്ല, ഞാൻ നടത്തുന്നത് നോക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട്. നമ്മൾ പിന്നെ എല്ലാ ജിമ്മും നമുക്ക് സ്വാതന്ത്ര്യമുള്ള ജിമ്മാണ്. എല്ലാവരും നമ്മുടെ ശിഷ്യന്മാരും അങ്ങനെയുള്ള ആൾക്കാരാണല്ലേ. എവിടെ പോയി കഴിഞ്ഞാലും ഇത് ചെയ്യുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ളൊരു കാര്യം. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മാതിരി നമുക്ക് ആവശ്യമുള്ള, ശരീരത്തിന് ആവശ്യമുള്ളൊരു സംഭവമാണ് ഇത് എന്നുള്ള ഒരു ബോധം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റും. എങ്ങനെയാ ഒരു ഡെയിലി റൂട്ടീൻ ഭക്ഷണവും കാര്യങ്ങളൊക്കെ? ഭക്ഷണങ്ങളൊക്കെ രാവിലത്തെ ഭക്ഷണം നന്നായിട്ട് കഴിക്കും, ലഞ്ച് ഒരു മീഡിയം, ഡിന്നർ എന്ന് പറയുന്നത് വളരെ ലൈറ്റ്. അതാണ് ഭക്ഷണത്തിന്റെ ക്രമം. ഒരു മിസ്റ്റർ ഇന്ത്യ എന്നൊക്കെ ഉള്ള രീതിയിൽ അത്രത്തോളം അതിനെ നോക്കിയിരുന്ന ഒരാളാണല്ലോ. അപ്പൊ ഇപ്പൊ പല രീതിയിൽ ഇപ്പൊ യൂട്യൂബ് എടുത്താലും അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ടീച്ചേഴ്സ് ഇങ്ങനെ അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ശരിക്കും നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്കൊക്കെ പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫിൽ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു റൊട്ടീൻ എങ്ങനെയായിരിക്കും? അല്ല, നമ്മൾ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് വേറെ, നമ്മൾ ലൈഫിൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ ആരോഗ്യ പരിപാലനം എന്നുള്ള രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകണ രണ്ട് തരം എക്സസൈസ്. ജിമ്മിൻ്റെ ഞാനൊക്കെ ആ ടൈമിൽ ബോഡി ബിൽഡ് ചെയ്യാനുള്ള വർക്കൗട്ടാണ് ചെയ്തിരുന്നത്. ഇപ്പം നമ്മളതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ള ആവശ്യമുള്ളൂ. അപ്പം അത് നമ്മുടെ ശരീരത്തിലുള്ള നമ്മൾ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്ന പറഞ്ഞാൽ ശരീരത്തിൽ കൊഴുപ്പ് കൂടിയിട്ട് ആ കൊഴുപ്പ് ഈ നമ്മുടെ നെർവ് സിസ്റ്റം അല്ലെങ്കിൽ അതിലേക്ക് ബ്ലഡ് പോകുന്ന രക്തക്കുഴൽ ജാമായി ടൈറ്റായിട്ട് അതിൽ പോകാണ്ടിരിക്കുമ്പോഴാണ് ഈ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പം ചിലപ്പോൾ തടി വേണമെന്നൊന്നുമില്ല. തടിയില്ലാത്ത ആൾക്കാർക്കും ഫാറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നെയ്യ് വന്ന് അടിഞ്ഞിട്ട് ഫാറ്റ് വന്ന് അടിഞ്ഞിട്ട് ഇത് ജാമാവും. അപ്പം ഇത് ഒരു പരിധി വരെ നമ്മൾ ഡെയിലി വ്യായാമങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മൂവ്മെന്റ് വരുമ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് അവിടെ ഇത് വരില്ല. നമ്മൾ ബ്രീത്തിങ് എക്സസൈസ്, ഇന്റേണലായിട്ടുള്ള കുറേ എക്സസൈസ് ഉണ്ട്. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം നമ്മളിപ്പോൾ ചില ആൾക്കാർ പറയും ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്റേണൽ പാർട്സിനുള്ള വർക്കൗട്ട് ചെയ്യുന്നില്ലെന്ന്. അതൊക്കെ തെറ്റാണ്. ശരിക്കും നമ്മളൊരു ബ്രീത്തിങ് എക്സസൈസ് ഫസ്റ്റ് ചെയ്തില്ല. ബ്രീത്തിങ് ചെയ്തിട്ട് നമ്മുടെ ഇന്റേണൽ പാർട്സിനെ കംപ്ലീറ്റ് അലർട്ട് ആക്കിയിട്ടാണ് നമ്മൾ വാമിങ് ചെയ്യും. ഫുൾ ബോഡി വാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് അറോബിക് എന്തെങ്കിലും സംഭവങ്ങളായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഫുൾ സ്ട്രെച്ച് ചെയ്യും, ബോഡിയുടെ എല്ലാ പാർട്ടും സ്ട്രെച്ചിങ് കഴിഞ്ഞ് എന്നിട്ടാണ് റൂട്ടീൻ വർക്ക്, ചെറിയ പുഷപ്പ് കാര്യങ്ങൾ തുടങ്ങി ഒരു ദിവസം ുള്ള വർക്കൗട്ട് അവിടെ ചെയ്യുന്നത്. ബോഡീനെ 3 പാർട്ടായി തിരിച്ചിട്ട് ഒരു മസിലിന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിക്കവറി ടൈം 48 hours ആണ് നോർമലി. ചിലത് ആൾക്കാർക്ക് അവരുടെ ശരീരത്തിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് അതിന്റെ സമയ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഈ 48 hours കഴിയാണ്ട് നമ്മളിപ്പോൾ ഒരു പാർട്ടിന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പാടില്ല. പിന്നെ പിറ്റേഴ്സ് അത് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓവർ സ്ട്രെയിൻ ആവും. ഓവർ സ്ട്രെയിൻ ആവും, മസിൽ സ്ട്രിങ്ക് ആവും, അതിന് ഗുണത്തെക്കാളേറെ ദോഷം വരും. അത് ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ. ഈ ഫസ്റ്റ് ഡേത്ത് 4th ഡേ വരും, സെക്കൻഡ് ഡേത്ത് 5th ഡേ വരും, തേർഡ് ഡേത്ത് 6th ഡേ വരും, സൺഡേ ഒരു ദിവസം റെസ്റ്റ്. അപ്പം 6
ദിവസത്തില് പിന്നെ ഈ 2 ദിവസം ഒരു പാർട്ടിന് വർക്കൗട്ട് വരും. ഒരാഴ്ചയിൽ. അങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ചെയ്യുക. പിന്നെ ഇത് നമുക്ക് റെഗുലറായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലൊക്കെ നമ്മൾ അത് ചെയ്യുന്നത് ഈ ഇതിൽ തന്നെ ഫോളോ ചെയ്ത് പോകും. അതിപ്പോൾ ഒരു ദിവസം വർക്കൗട്ട് ചെസ്റ്റിന് കഴിച്ചിട്ട് 2 ദിവസം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്ത ദിവസം ചെയ്യുമ്പോൾ നമ്മൾ സ്ക്വാട്ട് തന്നെ ചെയ്യുള്ളൂ. പിറ്റേഴ്സ് ലാറ്റ്സ് ആൻഡ് ഷോൾഡേഴ്സ് അങ്ങനെയുള്ള അത് പറയാന്ന് വെച്ചാൽ കുറെ പറയാനുണ്ട്. അത് അതിന്റെ ആധികാരികതയിലേക്ക് പോകുമ്പോൾ ഒരുപാട് പോവാണ്. അപ്പൊ ഇത് പറയുന്നത് അത് ബിൽഡ് ചെയ്യാനുള്ള സമയത്തുള്ള വർക്കൗട്ട് വേറെ തന്നെയാണ്. അതിനുള്ള വെയിറ്റ് ഉപയോഗിക്കുന്നതും മറ്റ് നോർമലി നമ്മൾ പിന്നെ ഫിറ്റ്നസിന് വേണ്ടി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രായത്തിനനുസരിച്ചിട്ടുള്ള വെയിറ്റുകൾ എടുക്കുക. വർക്കൗട്ട് സ്ട്രെയിൻ ചെയ്യുന്നതെല്ലാം നമ്മുടെ പ്രായവും നമ്മുടെ ബോഡിയുടെ ക്വാളിറ്റിയും നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളിപ്പോൾ അടുത്തൊക്കെ കേട്ടിട്ടുണ്ട്, പലരും ടർഫിൽ പോയി ഫുട്ബോൾ കളിച്ച് മരിച്ചു. ജിമ്മിൽ മരിച്ചിട്ടുണ്ട്. ഷട്ടിൽ കളിച്ച് ജിമ്മിൽ പോയിട്ട് അവിടെ നിന്ന് മരിച്ചു എന്ന് പറയും. ഇതിന്റെ കാരണം എന്താ അറിയാം? അവിടെ എല്ലാവരുടെ ധാരണ ഉടനെ നമ്മുടെ ആൾക്കാർ ഒരു എസ്കേപ്പിസ് ആണ്. അത് ജിമ്മിൽ പോയാലും മരിച്ചു കിട്ടും, ഹാർട്ട് അറ്റാക്ക് വരും എന്ന് പറയും. ഇത് അതുകൊണ്ടല്ല സംഭവിക്കുന്നത്. അതായത് ഈ ആൾക്ക് അയാളുടെ ശരീരത്തിന് അയാളുടെ ബോഡിക്ക് ഈ വർക്കൗട്ട് ചെയ്യാനുള്ള പിന്നെ എന്താ പറയേണ്ടത്, അത് സജ്ജമല്ല. ശരീരം നമ്മൾ അതിന് ഫിറ്റാണ് എന്നുള്ളത് തോന്നിക്കഴിഞ്ഞാലേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ചെറിയൊരു ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു ശ്വാസതടസ്സം പോലെയോ ബ്രീത്തിൻ്റെ പ്രശ്നമോ, ആ ജിമ്മിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു ബുദ്ധിമുട്ട് കളിക്കരുത്. ചിലർ എന്ത് ചെയ്യും, വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് 1 ആഴ്ച 2 ആഴ്ച ഒക്കെ ചിലപ്പോൾ റെസ്റ്റ് കിട്ടും. റെസ്റ്റ് എല്ലാം ചെയ്യാൻ പറ്റൂല. എന്നിട്ട് ജിമ്മിൽ വന്നിട്ട് ഈ 2 ആഴ്ചത്തെ കളിയും കൂടി ഒന്നിച്ച് കളിച്ചിട്ട് ഉള്ള ഫാറ്റ് റെഡ്യൂസ് ചെയ്യാന്ന് വിചാരിക്കും. അതിൽ പോകും. പിന്നെ ഫുട്ബോളൊക്കെ കളിക്കുന്ന ആൾക്കാർ എപ്പോഴും കളിക്കുന്നതാണല്ലോ. വല്ലപ്പോഴും വന്നിട്ട് ചാൻസ് കിട്ടുമ്പോൾ കളിക്കുമ്പോൾ അവൻ റെഗുലർ കളിച്ചിരുന്ന മെത്തേഡിൽ അത്ര സ്ട്രെയിൻ ചെയ്ത് കളിക്കൊക്കെ വാശിയാണല്ലോ ടീം കളിയാവുമ്പോൾ. അപ്പം നല്ലോണം ഓടും ചെയ്യും, ഇത് കളിക്കും ചെയ്യും. ഗ്രൗണ്ടിൽ കളി കഴിഞ്ഞ് വരും, ഗ്രൗണ്ടിൽ നിന്ന് കയറി 10 മിനിറ്റിനുള്ളിലായിരിക്കും അത് സംഭവിക്കുന്നത്. അപ്പോഴേക്കും ഇതിന്റെ ഫങ്ഷനിങ് ഒക്കെ മാറി ബോഡി സിസ്റ്റം അങ്ങോട്ട് മാറുക. അതാണ് സംഭവിക്കുന്നത്. അല്ലാതെ ഇത് ചെയ്തത് കൊണ്ടല്ല അത് വരുന്നത്. അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ചെയ്യേണ്ട അത്ര ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത സമയത്ത് ചെയ്തിട്ടാണ് സംഭവിക്കുന്നത്. അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ മസിൽ നമ്മൾ പ്രായം കൂടുന്തോറും നമ്മൾ മസിലിന് വെയിറ്റ് ട്രെയിനിങ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷെ വെയിറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വലിയ ഭീകര വെയിറ്റ് അല്ല, വളരെ ലൈറ്റായിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന മസിലിന് സ്ട്രെങ്ത് ഉണ്ടാക്കുന്ന എക്സസൈസ് ചെയ്യണം. മസിലിന് സ്ട്രെങ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ മസിലിന് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ അതിൻ്റെ ലോഡ് കംപ്ലീറ്റ് നമ്മുടെ ബോണിലേക്ക് പോകും. അപ്പം ബോണിന് ഡാമേജ് വരും. അതാണ് ജോയിന്റ് പെയിനും മറ്റേ അങ്ങനെയുള്ളതൊക്കെ വരുന്നത്. അപ്പം ഒക്കെ നമ്മൾ ശരീരത്തിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം, അറിയണം. അറിഞ്ഞ് പഠിച്ച് അതിനനുസരിച്ച് വർക്കൗട്ട്, അതിൻ്റെ ആവശ്യമുള്ള പോഷകങ്ങൾ കഴിക്കും വേണം. ഭക്ഷണം കഴിക്കാതെ ഞാൻ കുറേ പേര് ഞാൻ ഭക്ഷണം നിർത്തി, അത് കാര്യമില്ല. നിർത്തേണ്ട കാര്യങ്ങൾ ഇപ്പം പലതും ഉണ്ട്. ഇപ്പം പഞ്ചസാര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ പ്രോട്ടീനും മറ്റതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യം. അതില്ലാതെ നമ്മൾ വർക്കൗട്ടും ചെയ്യാം, മെലിഞ്ഞു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അതിലേറെ പ്രശ്നമാകും. അതിനെപ്പറ്റി അപ്പം ശരിക്കും ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലം പോലെയല്ല. ഇപ്പോൾ അധിക ജിമ്മുകളിലും ട്രെയിനേഴ്സ് ഉണ്ട്. അവർ കോഴ്സ് കഴിഞ്ഞവർ വന്നുള്ള ആൾക്കാർ, അവർക്ക് അറിയുന്നതിനെ പറ്റിയിട്ട്. അപ്പം അതിൽ അവരുടെ ഉപദേശപ്രകാരം തുടങ്ങി അത് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അത് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എത്ര പ്രായമായി കഴിഞ്ഞാലും നമുക്കത് ചെയ്യാനും പറ്റും, ഓടാനും ചാടാനും എല്ലാത്തിനും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് പറ്റുന്ന രീതിയിലുള്ള അതാണ് ഞാൻ ചെയ്യേണ്ട വർക്കൗട്ടെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത്, അതല്ല സിനോ ചെയ്യേണ്ടത്. അത് ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമാണ്. അത് നമ്മൾ മനസ്സിലാക്കണത്, വേറെ ആൾ പറഞ്ഞ. പിന്നെ കുറെ ചെയ്യുന്നതിലല്ല, എത്രയെന്നുള്ളതിലല്ല, എങ്ങനെയെന്നുള്ളതിലാണ് റിസൾട്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അത് കറക്റ്റ് പെർഫെക്റ്റ് അതിന്റെ പൊസിഷൻ കീപ്പ് ചെയ്ത് അതിൽ ചില എക്സസൈസ് ഒക്കെ, ഇപ്പൊ സ്ക്വാറ്റ് എന്ന് പറയുന്നതൊക്കെ തോളിൽ വെയിറ്റ് വെച്ചിട്ട് ഇരുന്നടിക്കുന്നത്, കാലിനുള്ള എക്സസൈസ് വെച്ച്, അതൊക്കെ കറക്റ്റ് പൊസിഷനിലല്ലെങ്കിൽ ഗുണത്തെക്കാളേറെ ദോഷമാണ്. നടുവിനൊക്കെ വേദന വരും, പ്രശ്നം വരും, മുട്ടിന് ഇഞ്ചുറി വരും. കറക്റ്റ് പൊസിഷനിലായിരിക്കണം. അപ്പൊ അത് നല്ലൊരു കോച്ചിന്റെ ശിക്ഷണത്തിൽ മാത്രമേ ചെയ്യാവൂ. അന്ന് നമ്മള് മിസ്റ്റർ ഇന്ത്യക്കൊക്കെ പോകുന്ന സമയത്ത് എത്ര മണിക്കൂർ വർക്കൗട്ട്? ഞാൻ രാവിലെ 3 മണിക്കൂർ, വൈകുന്നേരം 3 മണിക്കൂർ. ആ ടൈമിൽ എന്നോട് അടുപ്പിച്ചൊരു 2 മാസം അങ്ങനെ ചെയ്തിരുന്നു. അത് മാക്സിമം ഞാൻ ആർണോൾഡിന്റെ ബുക്ക് നോക്കിയിട്ട് എഡ്യൂക്കേഷൻ ഓഫ് ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു
കഥ എൻസൈക്ലോപ്പീഡിയ പറഞ്ഞിരുന്നു. ആ. അർണോൾഡിനെ കാണാൻ പറ്റിയ ഒരു കഥ ഞങ്ങളുടെ ഷൂട്ടിംഗ് സമയത്ത് പറഞ്ഞിട്ട് നമ്മളൊക്കെ ത്രില്ലായി പോയി. അത് ഉഗ്രം കഥയാണ്. അത് വേറെ ഇന്റർവ്യൂവിൽ ഫുള്ള് പറയേണ്ടി വരും, കുറേ ഉണ്ട് അത്. അതെ, ഇക്ക ഒന്ന് ചെറുതായിട്ട് പറയാം. അത് അത് ഐ മൂവിയുടെ ലോഞ്ചിന് വന്നതാ മറ്റേ ചെന്നൈയില് 10 വർഷം കഴിഞ്ഞപ്പോൾ. ആ അപ്പൊ വിക്രമ എന്നോട് പറഞ്ഞു, വിക്രമിനെ അറിയാം എനിക്ക്, ഞാൻ അത്ര പാഷനാണ്. അർണോൾഡായിട്ട് എന്റെ ഒരു എന്താ പറയേണ്ടത് റോൾ മോഡലും നമ്മൾ മനസ്സിൽ ഗുരു. ജീവിതത്തിൽ അത്രയും അതെ അതെ അത്രയും ആഗ്രഹിച്ചു. ആരാധിക്കുന്ന അങ്ങനെ വിക്രം പറഞ്ഞിട്ടാണ് ചെന്നൈ പോകുന്നത്. അവിടുന്നാണ് മീറ്റ് ചെയ്യുന്നത്. ആ. മീറ്റിങ്ങിലൊക്കെ ഭയങ്കര ഇതായിരുന്നു. അവിടെ കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ യാദൃശ്ചികമായ ലീല പാലസിൽ ഞാൻ പോയി. ആ. വേറെ കറപ്പിലൊക്കെ അവിടെ എത്തിപ്പെട്ട് ആ. വിക്രമിനോട്ട് കിട്ടിയതുമില്ല. വിക്രം പിറ്റേ ദിവസം പിന്നെ ഈ പ്രോഗ്രാമിന് ആ ഒരു മൃഗത്തിന്റെ വേഷം ധരിച്ചിട്ടുള്ള ഷൂട്ടിംഗ് ആ, ആ, ആ. അതിന്റെ റിഹേഴ്സലും കഴിഞ്ഞിട്ട് തലേദിവസം കിട്ടില്ല. ആ. പിറ്റേ ദിവസം നേരത്തെ മേക്കപ്പ് തുടങ്ങി. അവന് ആർണോൾഡിനെ ശരിക്കും മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പറ്റിയില്ല. ആ. അപ്പം ഇയാള് ലീല പാലസിലുണ്ട് പറഞ്ഞിട്ട് ഞാനിവിടെ ഒരു DIG നമ്മുടെ നാട്ടുകാരാണ്, അയാളുടെ കെയർ ഓഫിൽ അവിടെ കയറി ആ. അവിടുന്ന് അന്വേഷിച്ച് പോയി. അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് അവിടുന്ന് ആദ്യമൊക്കെ പറഞ്ഞ്. അപ്പം പുള്ളി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വരുന്നു, ആ. ആ. പിന്നെ ലീല പാലസിലെ. ഇക്ക കുറേ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് പക്ഷെ ഒരു റിസപ്ഷൻ്റെ അവിടെ. vibe അപ്പൊ എന്റെ connect കൂടെ ആയിട്ടേ. ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി 2 ആൾക്കാരുണ്ട്. 2 ആൾക്കാര് അവര് ഇയാള് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ഇവരെല്ലാരും കൂടി ഇങ്ങോട്ട് അടുത്തേന്നു. ആ. മുന്നിലേക്ക് വരുന്നത് ഞാൻ മാത്രം ഇവിടെ. പുള്ളി അവിടുന്ന് ഏകദേശം അത്ര വരുന്നു. ആ. ഒരു 10 മീറ്റർ അപ്പുറത്തേപ്പോ ഇങ്ങനെ വിഷ് ചെയ്തപ്പോ ഞാൻ നോക്കി വേറെ ആരില്ല. ആരില്ല. എന്നോട് ഒരു കാര്യം ആ. എന്താ പുള്ളി ഒറ്റ ഓട്ടാ ഓടിപ്പോയി. വേഗം ഞാൻ സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ. പിടിച്ച് ഇങ്ങനെ പിടിച്ച് രണ്ടാടി ഗുഡ് ഫിസിക് എന്നൊക്കെ പറഞ്ഞ്. ആ. പുള്ളി ആ ഒരു ചിലപ്പോ ആ ഒരു ഫിസിക്സ് ചാനലിൽ വർക്ക് ചെയ്തതാണ്. അതല്ല, നമ്മള് അത്രയും കൊല്ലമായിട്ട് ആഗ്രഹിച്ചുള്ള ആ ഒരു waves ഉണ്ടല്ലോ. ആഗ്രഹത്തിന്റെ ഒരു വേവ് ആണ് അല്ലേ? അതവിടെ Alchemist എത്തിയതാണ്. പരിപാടിയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. കണക്ട് ആവും. അത് അറിയാണ്ട് അത് പുള്ളി കൈ കാണിക്കും. അതാണ് അതിന്റെ ഒരു അതാണ് ഇത്. അതെ അതെ. എത്ര വർഷമായിട്ട് ആരാധിക്കുന്ന ഒരാളല്ലേ. അതൊരു ജീവിതത്തിൽ ഒരു പ്രൗഡ് ഒരു മൊമെന്റ്. നിമിത്തം ഞാൻ എന്റെ എല്ലാ ഇതിലും ആഗ്രഹങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ് ആർണോൾഡ് അവിടെ ഉള്ള ചെന്ന് പോയി കാണുക. ഇന്ത്യയിൽ അവിടെ വരികയാണെങ്കിൽ ഞാൻ പോയി കാണും എന്നൊക്കെ ഉള്ള പറച്ചിലാണ്. വളരെ യാദൃശ്ചികമായിട്ട് അതങ്ങനെ സംഭവിച്ചു. സംഭവിച്ചു. അങ്ങനെ പോയി അതിന് കുറെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിന്ന് പറയണേ. അവിടേക്കൊന്നും കയറ്റി വിട്ടുണ്ടായില്ല. കുറെ പ്രോബ്ലംസ് പറഞ്ഞു. അതാണ് പറഞ്ഞ് ലാസ്റ്റ് ഇത്ര ഡിസ്റ്റൻസില് ആ വൈബ് കാണിച്ചപ്പോഴേ അതൊരു അത് ശരിക്കും പറഞ്ഞ ഒരു നമ്മൾ ചിലപ്പോ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവം അല്ലേ? അതില് എന്റെ മൊബൈലിൽ ആ ഫോട്ടോ ആണ് ഇപ്പോഴും ഉള്ളത്. ഉള്ളത് അർണോൾഡ് ഷാസ്ത്രി. പക്ഷെ അതില് ശരിക്കും എന്റെ കണ്ണ് നിറഞ്ഞു പോയി. എനിക്കിങ്ങനെ ഇത് ഇയാള് പിടിച്ചിങ്ങനെ ഇതാക്കിയപ്പോഴേ ടച്ച് ചെയ്തപ്പോ എന്താന്ന് പറയാൻ പറ്റൂല. അല്ല അതൊരു വല്ലാത്ത ഫീലല്ലേ. നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരാള്. ആരാണത് ആള്? അതെ അതെ അതെ. പ്രത്യേകിച്ച് നമ്മളെക്കാളും ഭയങ്കര ഫീല് ഇക്കയ്ക്ക് തോന്നും. കാരണം അതിനു വേണ്ടിയാണ് ജീവിതത്തിൽ അതെ അതെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചെയ്തത്. ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ. അതെ അതെ അതെ. പിന്നെ അതുമല്ല ഒരു പുള്ളിയായിട്ട് ഒരുപാട് സാദൃശ്യങ്ങളുണ്ട് നമുക്ക്. സാദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാല് ജീവിത മേഖല. പുള്ളി ബോഡി ബിൽഡിങ്ങിലൂടെയാണ് എല്ലാം ഉയർന്നത്. അതെ അതെ. പുള്ളി ലക്ഷ്യമാണെങ്കിൽ നമ്മൾ ഒന്നാണ് അത്. എന്നാലും എന്നാലും അതാണെന്ന് പറയാം. പുള്ളി ബോഡി ബിൽഡിങ് ചെയ്ത് അതിന്റെ പേരിലാണ് പുള്ളിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയത്. പുള്ളി ബോഡി ബിൽഡിങ്ങിന്റെ ഇതുകൊണ്ടാണ് പുള്ളി കല്യാണം കഴിച്ച് കെന്നഡിന്റെ പെങ്ങളെ മകളെയാണ് കല്യാണം കഴിച്ചത്. കാലിഫോർണിയ ഗവർണറായി, ഫിലിമിൽ ആക്ട് ചെയ്തു. ഈ വക കാര്യങ്ങളൊക്കെ ആയത് ബോഡി ബിൽഡിംഗ് ആണ് അതിന്റെ ബേസ്. പുള്ളി ശരിക്കും ഓസ്ട്രിയക്കാരനാണ്. ഓസ്ട്രിയ വന്നതാണ് ഇവിടെ. ഈ ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഗോൾഡ് ഷിപ്പിലേക്ക് വന്നതാണ് പുള്ളി. പുള്ളിയുടെ സ്ലാങ് ഒക്കെ ഒരുപാട് കളിയാക്കപ്പെട്ടിട്ടുള്ള. അതെ 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 അതെ. അത് സിനിമയിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നല്ലോ. ശരിക്കും ഈ അർണോൾഡ് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ശരിക്കും ആഗ്രഹിച്ചാൽ അതിലേക്ക് എത്താൻ പറ്റും. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഞാൻ അവിടെ പിടിച്ചു നിന്ന് ഒരു മനുഷ്യനെത്താവുന്നതിൻ്റെ ആ ഒരു ലെവലിലൊക്കെ എത്തിയെന്ന് പറയുമ്പോൾ ആ മനസ്സിൽ ഇപ്പോൾ ഇക്ക പറഞ്ഞ ഒരു നമ്മളുടെ ചിന്തകൾ ഒരു വേവ് ആണെന്ന് പറഞ്ഞ പോലെ അത് തന്നെ ആയിരിക്കുമോ? അതാണ് ഇക്ക അങ്ങനത്തെ കാര്യങ്ങൾ ഫോളോ ചെയ്യും. ഞാൻ പറഞ്ഞ അർണോൾഡിനെ ഞാൻ കണ്ടതും അദ്ദേഹം വിഷ് ചെയ്തതും സംസാരിച്ചതും ഒക്കെ ഞാൻ 3 കാര്യങ്ങളാണ് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒന്ന് സിനിമ, ഒന്ന് ബോഡി ബിൽഡിംഗ്, ഒന്ന് പോലീസ്. ഇത് 3 ആകണം ചെറുപ്പത്തിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. അത് 3 അതിന്റെ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതിന്റെ നേടാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ നേടി. അതിന്റെ ഒരു സംശയമല്ല. അതിന്റെ അപ്പുറത്തേക്കുള്ള ആഗ്രഹങ്ങൾ നമുക്കില്ല. ബാക്കി എന്ത് വരുന്നും ബോണസാണ്. എത്തേണ്ടടുത്ത് എത്തി. സംതൃപ്തിയാണ് നമുക്ക് എല്ലാ കാര്യത്തിലും. അല്ലെങ്കിൽ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി അങ്ങനെയുള്ള ഒരു ഇതില്ല ലൈഫിലില്ല. ഇത് ജോലിയിലായാലും ശരി, ബോഡി ബിൽഡിങ്ങിലായാലും ശരി, സിനിമയിലായാലും ശരി.
ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുകൊണ്ട് തന്നെയായിരുന്നു അന്നും അഭിനയം ഒക്കെ ഞാൻ 79 പോലീസ് ചേരുന്നത്? ഫസ്റ്റ് പടം ചെയ്യുന്നത് 77 രാജൻ പറഞ്ഞ കഥ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി. പോലീസിൽ ചേർന്ന് 79 ട്രെയിനിങ് കഴിഞ്ഞ് 80 പാസിംഗ് ഔട്ട് കഴിഞ്ഞ് തലശ്ശേരിയിലായിരുന്നു കോഴ്സ്. SI ആയിട്ട്? അല്ലല്ല, ഞാൻ കോൺസ്റ്റബിൾ ആയിട്ട് ആംബിഡ് ബറ്റാലിയനില് മലബാർ സ്പെഷ്യൽ പോലീസിൽ. അത് ഞങ്ങളായിരുന്നു ലാസ്റ്റ് എംപ്ലോയ്മെന്റ് ബാച്ച്. അത് കഴിഞ്ഞിട്ട് 81 PSC വരുന്നത്. ബേസിലാണ് നമുക്ക് പോലീസിൽ അല്ലല്ല, പോലീസിൽ വന്നിട്ടാണ് ബോഡി ബിൽഡിംഗ് ചെയ്യുന്നത്. ശരിക്കും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബോഡി ബിൽഡിംഗ് പോലീസിൽ നിന്നാണ് വരുന്നത്. പോലീസാണ് എല്ലാ സപ്പോർട്ടും ചെയ്തിട്ടുള്ളത്. എനിക്ക് അന്നത്തെ കാലത്ത് ഡയറ്റ് അലവൻസ് തരുമായിരുന്നു. ഭക്ഷണം കഴിക്കാനുള്ള പൈസ സ്പെഷ്യലായിട്ട് ഒരു ദിവസം 10 രൂപ. 10 രൂപ അറിയുമ്പോ നിങ്ങൾ വിചാരിക്കും 10 രൂപയോ? അന്ന് ശമ്പളം എത്ര അറിയും? 210 രൂപ. 210 രൂപ കോൺസ്റ്റബിളിന്റെ ശമ്പളം 210 രൂപക്കാണ് ഞാൻ പോലീസ് കയറിയത് 79. അന്നത്തെ കാലത്ത് അത് വലിയൊരു എമൗണ്ട് നമ്മള് ശമ്പളം കിട്ടി കഴിഞ്ഞാൽ 100 രൂപ വീട്ടിലേക്ക് കൊടുക്കും. ഇപ്പൊ ഒരു 10-50 രൂപ നമ്മുടെ മെസ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള പിടുത്തങ്ങൾ, പണ്ടിന്റെ പിടുത്തങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു 60 രൂപയോളം കൈ കിട്ടും. 60 രൂപ കിട്ടി വേറെ ചെലവ് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 10-40 രൂപ കയ്യിൽ ബാലൻസ് ചെയ്യാൻ പറ്റും അന്ന്. നമുക്കിപ്പോ 210 എന്ന് പറയുമ്പോ എന്താ അല്ലേ? അതാണ്. അല്ല, അതുകൊണ്ട് നമുക്ക് പൈസയുടെ മൂല്യം, പക്ഷെ നമ്മൾ വിചാരിക്കും പിന്നെ അന്ന് വലിയ പൈസയാണ് അത്. പക്ഷെ അതല്ല, ഇന്നത്തെ കാലത്തുള്ള ശമ്പളത്തിന്റെ ഇത് ഡിഫറൻസ് നോക്കുമ്പം അന്ന് ശമ്പളം കുറവ് തന്നെയാണ്. പക്ഷെ അതിലാണ് ഞാൻ കുറെ കാര്യങ്ങൾ നമ്മുടെ പോലീസിലുള്ള തന്നെ നമ്മളിപ്പോ ഈ ഫൈനും കാര്യങ്ങളൊക്കെ കുറെ കാലം ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ നിയമത്തിലുള്ള ഫൈനുകളാണ് ഇവിടെ അടച്ചുകൊണ്ടിരുന്നത്. അപ്പം എന്താ വെച്ചാൽ ആ ഫൈന് പിന്നെ ആൾക്കാർക്ക് വിലയില്ലാതെയായി. അപ്പൊ എന്തേലും പെറ്റി കേസ് അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്ത പൈസ കൊടുക്കും. കാരണം എത്ര പൈസ കൊടുക്കും? വലിയ പൈസ ആണെങ്കിൽ കൊടുക്കാൻ പറ്റൂല. പക്ഷെ അന്നത്തെ കാലത്ത് അത് വലിയ പൈസയായിരുന്നു. അപ്പൊ എല്ലാരും വിചാരിക്കുന്നത് ഇത് ഇത്ര ചുരുങ്ങിയ പൈസ ഒരു ഫൈൻ ഇട്ടിരിക്കുന്നത്. അത് അന്നത്തെ വന്നത്. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അമെൻഡ് ചെയ്തത്. ഈ വില്ലനിൽ നിന്നും കോമഡിയിലേക്കൊക്കെ ഒരു മാറ്റം ഉണ്ടായപ്പോ എങ്ങനെയാ അത്? കുറെ നാള് വില്ലൻ വേഷങ്ങളായിരുന്നില്ലേ? വില്ലൻ വേഷങ്ങൾ നമ്മളിപ്പോ ഒരാളെ റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നമ്മുടെ സിനിമയില് പിന്നെ വില്ലന്മാര് വരുന്ന ചില വില്ലൻ വേഷങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഫൈറ്റിൽ അത്ര അങ്ങോട്ട് എക്സ്പെർട്ട് ആയിരിക്കില്ല. അപ്പൊ അവർക്ക് കൂടുതലുള്ള ആൾക്കാരായിരിക്കും ഫൈറ്റ് ചെയ്യുക. അപ്പൊ അതിൽ നിൽക്കും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ചില കഷ്ണം പോലെ ചില സാധനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റേ റോള് ചെയ്യുമ്പോൾ മറ്റേ അവിടെ പോയിട്ട് അവനെ പിടിച്ചുകൊണ്ട് പോകാന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അവിടെ ചെന്ന് അവനോട് ഡയലോഗ് പറയാനും അവൻ അവിടെ നമ്മൾ തന്നെ ആയിരിക്കും കൈകാര്യം. അങ്ങനെ 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 നമ്മള് 1ാം ക്ലാസ് പഠിച്ചിട്ട് 10ാം ക്ലാസ്സിൽ എത്തുന്ന പോലെ അങ്ങനെ വന്നത്. പിന്നെ അന്നൊന്നും ഞാൻ ഒരു കാര്യമാണ്, ഞാൻ ചെറിയ റോളോ വലിയ റോളോ ഒന്നും നോക്കില്ല. കിട്ടുന്ന റോള് ചെയ്യും, അത് ഭംഗിയായി ചെയ്യുക. അതിന് നമ്മുടേതായിട്ടുള്ള ഒരു അഭിപ്രായം നമ്മൾ ഉണ്ടാക്കുക. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിപ്പോഴും അത് ചെയ്യും. പക്ഷെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് ആയിരിക്കണം. നമുക്ക് ആ കഥാപാത്രം നമുക്ക് ഗുണം ചെയ്യണം. ഇപ്പൊ പറഞ്ഞ മാതിരി ഒരുപാട് സീനിൽ അഭിനയിക്കൊന്നും വേണ്ട. ഒരു സീനാണെങ്കിലും അത് അതിന് പ്രാധാന്യമുള്ളതും ചെയ്യാൻ പറ്റിയതും ഇപ്പൊ ചെയ്യാനും പറ്റുന്നുണ്ട്. അങ്ങനത്തെ വേഷങ്ങൾ കിട്ടുന്നുണ്ട് ധാരാളം സിനിമ. ഇപ്പം ഞാൻ പറഞ്ഞേ മറ്റേ പൈങ്കിളി നല്ല ഫുൾ കോമഡി ആയിട്ടുള്ളൊരു സാധനമാണ് ചെയ്യുന്നത്, മറ്റേ അമ്പാന്റെ അച്ഛനായിട്ട്. പിന്നെ വളയിൽ ചെയ്യുന്നത് വേറൊരു റോളാണ്, ക്യാരക്ടർ റോളാണ്. ഒരു മാസ് എൻട്രിയും അങ്ങനത്തെ പരിപാടികളും അത് വേറെ ലെവൽ. പിന്നെ ഖാലിദ് റഹ്മാന്റെ ബോക്സിംഗ് പടത്തില് പിന്നെ വനിതാ ടീമിന്റെ കോച്ചായിട്ട് അഷ്റഫ് ഖാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ഒരു സീനിയർ ബോക്സറാണ്. പക്ഷെ നാടൻ വേഷത്തിലാണ് പുള്ളിയുടെ പോക്കൊക്കെ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. പിന്നെ സാത്തി എന്ന് പറഞ്ഞൊരു പടത്തില് ഒരു പിന്നെ ഒരു ബിരിയാണി വെപ്പുകാരനായിട്ട്, അതില് വേറൊരു ക്യാരക്ടർ. 6 പടം ഈ വർഷം ചെയ്തത് 6 തരത്തിലുള്ള ക്യാരക്ടേഴ്സ്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു മാനസികമായിട്ട് നല്ലൊരു കോൺഫിഡൻസ് വന്നു. അതും ചെയ്യാ ഇതും ചെയ്യാന്നൊക്കെ ഉള്ള. അപ്പൊ ചെയ്ത് കഴിയുമ്പോ തന്നെ ഡയറക്ടേഴ്സും അവരും ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് അവർക്ക്. അപ്പൊ അതന്നെ വലിയൊരു കിട്ടില്ല. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റോളുകളിലൂടെ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അതെ അതെ അതെ. അപ്പൊ ഇത് എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ അങ്ങനത്തെ വിളിക്കുള്ളൂ. ആരും പറഞ്ഞിട്ട് കാര്യം, നമ്മളത് ഉണ്ടാക്കിയെടുക്കലാണ്. അതിനാണ് ഞാൻ പറഞ്ഞത് ഈ ഡെഡിക്കേഷൻ. നമ്മൾ അതിലേക്ക് എത്താൻ എത്തും. പിന്നെ
മറ്റേ ഇതിൽ പറഞ്ഞ മാതിരി ദാസ എല്ലാത്തിനും അതിൻ്റെ സമയം ആ സമയം ഉണ്ടാകുമ്പോൾ അത് വരും. ഒരു സമയം സ്റ്റാർ എന്ന് പറയുന്നുണ്ട്, നക്ഷത്രം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത്. നക്ഷത്രം അതിന്റെ ഫലം ചെയ്യുക, അതിന് ഓരോ ടൈമുണ്ട്. ആ ടൈമിലാണ് അത് നക്ഷത്രങ്ങൾ ഇത് കിട്ടുള്ളൂ. റെഡിയായി നിൽക്കല്ലേ, പരിശ്രമിക്കണം, നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുക്കണം. അതിൽ മെയിൻ ബേസ് സാധനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഈ ഹെൽത്തിന്റെ കാര്യം. അതുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള. അതെന്തായാലും ഭയങ്കര സുനേട്ടന്റെ പുതിയ പടങ്ങളൊക്കെ എന്റെ ഒരു ധ്യാൻ ശ്രീനിവാസിന്റെ ഒരു പടം, പിന്നെ അർജുൻ അശോകന്റെ ഒരു പടം, ജാഫ്രിക്കയുടെ ഒരു പടം, പിന്നെ ഈ പറഞ്ഞ ജാഫ്രിക്ക നായകനായിട്ട് നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ നായകനായിട്ടുള്ള ഒരു പടം. ചെറിയ ചെറിയ പടങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണം, നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ അങ്കമാലിയും പരിപാടികളൊക്കെ ആയിട്ട്. അല്ല, ഞാനും ഈ പറഞ്ഞോളൂ, നമുക്ക് ഇത്ര അടുത്തൊക്കെ ഇരിക്കാൻ പറ്റുന്നൊക്കെ നമ്മുടെ മനസ്സിൽ ചെറുപ്പത്തോട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അവരുടെ കൂടെ ഫസ്റ്റ് പടത്തിലാണ് ഞാൻ ഇക്കേനെ കാണുന്നത്, പരിചയപ്പെടുന്നൊക്കെ. നമ്മുടെ മനസ്സിൽ ഇതുപോലത്തെ ഒരാളൊന്നല്ല, കുറച്ച് റഫും. എന്റെ മകന്റെ ഫ്രണ്ടാണ് പുള്ളി. അതെ 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 അതെ. അതിന് മുമ്പേ അല്ല, ഈ പറഞ്ഞ അങ്കമാലിൽ വന്നേ പിന്നെ കാണുന്നത് എൻറ്റയർലി നമ്മുടെ മനസ്സിലുണ്ടായ ആളല്ലല്ലോ. ഇത്രയും പാവം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഭയങ്കര രസമായിരുന്നു. ഞാൻ പോലീസുകാരൻ അത് ഇത്ര അടുത്തുനിന്നൊക്കെ നമുക്ക് അതൊക്കെ നമ്മുടെയും ഭാഗ്യങ്ങളാണ്. എന്തായാലും ഭയങ്കര സന്തോഷം. ഇതില് റുഷിൻ ഷാജി കൈലാസിന്റെ എന്റെ മകൻ മൂന്നാമത്തെ മകനാണ്. പുള്ളിയാണ് നായകനായിട്ട് അഭിനയിക്കുന്നത്. സുകുമാരക്കുറുപ്പ് അപ്പം ഇതില് റുഷിന്റെ അവന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ സെന്റിമെന്റ്സ് ആയാലും കോമഡി ആയാലും അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വില്ലൻ മൂഡിലാണെങ്കിലും എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല അവന്റെ ഒരു എന്താ പറയേണ്ടത്, നമുക്ക് മലയാള സിനിമക്ക് നല്ലൊരു വാഗ്ദാനം തന്നെയാണ് അത് വരുന്നത്. പിന്നെ ജീനിലുണ്ടല്ലോ അഭിനയത്തിന്റെ മാറി വരില്ലല്ലോ, പക്ഷെ നന്നായി ചെയ്തിട്ടുണ്ട് അവൻ. അതുപോലെ സൂര്യ എന്ന് പറഞ്ഞ പയ്യന്, വൈഷ്ണവ്, വിനോജ്, ജിഷ്ണു, പിന്നെ ഇനിയ, എല്ലാവരും നല്ല. പിന്നെ വേറെ ആരാ, ശ്രീജിത്ത് രവിക്ക് മറ്റേ നമ്മുടെ സുന്ദർ പാണ്ഡ്യൻ അവനൊക്കെ ഉണ്ട്. ജോണി ചേട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ നേരത്തെ ഡയറക്ടർ. പിന്നെ മൂസ എത്ര പടം, CID മൂസ, താപ്പാന. അതിന്റെ മുന്നേ പുള്ളി പിന്നെ നിസാർ ഖാന്റെ അസോസിയേറ്റ് ആയിരിക്കുന്ന കാലത്ത് മുതലേ നമ്മുടെ ജോണി ചേട്ടന്റെ വീട്ടിലൊക്കെ ഞാൻ പോയതാ. മുമ്പ് ക്യാപ്റ്റൻ രാജും ഞാനും കൂടെ ഒരിക്കലും പോയത്. വേറൊരു ക്യാരക്ടറാണ് അത്. ഡയറക്ടർ നടൻ എന്നുള്ളതിലൊക്കെ ഉപരി അതിലൊരു ഒരു വളരെ എന്താ പറയുന്നത് നല്ല സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. അത് ഒരു സിനിമക്ക് അപ്പുറത്തേക്ക് കുറച്ച് ആൾക്കാരായിട്ട് നമുക്ക് ബന്ധമുള്ളതിൽ ഒരാളാണ് ജോണി. എന്തായാലും ഭയങ്കര സന്തോഷം. അപ്പൊ എല്ലാവരും പിന്നെ ഈ ചെറിയ പടം, എല്ലാവിധ ചേരുവകളുള്ള ഒരു കൊച്ചു പടം, അത് ഷെബിനാണ് ഡയറക്ടർ. കാക്കിപ്പടി ഇതൊക്കെ ചെയ്ത് നല്ലൊരു ഡയറക്ടറാണ്. അതിനുള്ള സൗകര്യങ്ങളെല്ലാം പ്രൊഡ്യൂസർ പ്രജീവം മൂവീസ് അത് വളരെ നല്ല രൂപത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രൂപത്തിൽ അത് വിഷ്വലൈസ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് എല്ലാവരും ആ സിനിമ കാണുക. അത് ഒരു ഓണച്ചിത്രമായത് വളരെ ഭാഗ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അപ്പോൾ ഓണത്തിന് ഈ പ്രാവശ്യത്തെ ഓണ വിരുന്ന് നമ്മുടെ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് കണ്ട് ആസ്വദിച്ചതിന് ശേഷം എല്ലാവരും ആസ്വദിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഈ സിനിമ കണ്ട് വിജയിപ്പിക്കുക. താങ്ക് യു. വളരെ സന്തോഷം. മാറ്റിനി ലൈവ് പ്രേക്ഷകർക്ക് എൻ്റെ ഏറ്റവും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. മാറ്റിനി ലൈവ് പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.